വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നവയെ അതിനു മുൻപ് തന്നെ പ്രവചിക്കുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ലോകത്തിലെ അപൂർവം ചിലർക്ക് മാത്രം നടക്കാൻ പോകുന്ന സംഭവങ്ങളെ അതിനു മുൻപ് തന്നെ പ്രവചിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ലോകത്ത് നടന്ന ചില സംഭവങ്ങളെ അതിനു മുൻപേ തന്നെ പ്രവചിച്ച ചിലരെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്. പണ്ടുകാലങ്ങളിൽ ഹൃദയം, വൃക്ക തുടങ്ങിയവയുടെ പ്രവർത്തനം നിലച്ചാൽ തീർച്ചയായും മരണം തന്നെയാണ് അന്തിമഫലം. എന്നാൽ അത്തരം കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തമായ ശാസ്ത്രജ്ഞൻ റോബർട്ട് ബോയൽ അതിനുള്ള ഒരു പ്രതിവിധിയും പ്രവചിച്ചിരുന്നു. അതായത് ഇദ്ദേഹം 1660 വരും കാലങ്ങളിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൽ ഒരു മനുഷ്യന്റെ ശരീരാവയവങ്ങൾ പ്രവർത്തനരഹിതമായാൽ മറ്റൊരാളുടെ ശരീരാവയവങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനും 300 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ വൃക്കമാറ്റൽ ശസ്ത്രക്രിയ ജോസഫ് ഡേവിഡ് എന്ന 2 ശാസ്ത്രജ്ഞർ വിജയകരമായി പൂർത്തിയാക്കിയത്. ലിയോനാർഡോ ഡാവിഞ്ചി. സംഗീതം, ശാസ്ത്രം, ഗണിതം തുടങ്ങിയവയിൽ വളരെയധികം മികച്ചിരുന്ന ഒരാളായിരുന്നു ലിയോനാർഡോ ഡാവിഞ്ചി. വരും കാലങ്ങളിൽ രൂപീകരിക്കാൻ പോകുന്ന ആധുനിക വാഹനങ്ങളെ ഇദ്ദേഹം 500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. അതായത് 1480 മുതൽ അദ്ദേഹം മരിക്കുന്നതുവരെയുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ ചില ചിത്രങ്ങളും വരച്ചിട്ടിട്ടുണ്ട്. അതിൽ ടാങ്കറുകൾ കണ്ടുപിടിക്കുന്നതിനും 400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ടാങ്കർ പോലുള്ള യുദ്ധവാഹനത്തെ അദ്ദേഹം വരച്ചിരുന്നു. അത്തരത്തിൽ ഹെലികോപ്റ്റർ, പാരച്യൂട്ട് എന്നിങ്ങനെ നാം ചില വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ച പലതും അദ്ദേഹം 500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. ഇത് നമ്മെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. വയർലെസ് ഡിവൈസസ്. 1856 സെർബിയയിൽ ജനിച്ച വളരെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് നിക്കോള ടെസ്ല. നാം ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾട്ടർനേറ്റീവ് കറണ്ട് കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം 1909 ന്യൂയോർക്ക് ടൈംസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വരും കാലങ്ങളിൽ വയറില്ലാതെ തന്നെ വിവരങ്ങളും ചിത്രങ്ങളും മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കുവാൻ കഴിയുമെന്ന് അക്കാലങ്ങളിൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. ഇതുമാത്രമല്ല, ഓരോരുത്തരും സ്വന്തമായി വിലപിടിപ്പുള്ള യന്ത്രങ്ങളെ വരും കാലങ്ങളിൽ വാങ്ങുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പ്രസ്താവന നടത്തി 64 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ മോട്ടറോള കമ്പനി നിർമ്മിച്ചത്. അതിൽ നിന്നും 10 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇന്റർനെറ്റ് കണ്ടെത്തിയത്. ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തമായ എഴുത്തുകാരനും ജ്യോതിശാസ്ത്രജ്ഞനുമായ നോസ്ട്രഡാമസ് പല പ്രധാനമായ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് പല വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായി പ്രവചിച്ചിരുന്നു. അതിൽ അമേരിക്കയിലെ ട്വിൻ ടവർ ആക്രമണം, 1759 ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയവയും ഉൾപ്പെടും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് 1666 ലണ്ടനിൽ ഉണ്ടായ വലിയ തീപിടുത്തം. ഇതിൽ ഏകദേശം 70,000 വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനെക്കുറിച്ച് 1559 എഴുതിയ ഹിസ് പ്രൊഫിസിസ് എന്ന പുസ്തകത്തിൽ ലണ്ടൻ മുഴുവനും അഗ്നിക്കിരയാകുമെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. 100 വർഷങ്ങൾക്ക് ശേഷം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്ക് ട്വിൻ പ്രെഡിക്റ്റഡ് ഹിസ് ഓൺ ഡെത്ത്. അമേരിക്കയിലെ പ്രശസ്തനായ എഴുത്തുകാരനായിരുന്നു മാർക്ക് ട്വിൻ. അദ്ദേഹം താൻ മരണപ്പെടുന്ന സമയത്തെ കൃത്യമായി തന്നെ പ്രവചിച്ചിരുന്നു. അതായത് വെറും കണ്ണുകളിൽ കാണാൻ കഴിയുന്ന ഹാലിസ് എന്ന വാൽനക്ഷത്രം 74 മുതൽ 79 വർഷങ്ങളിൽ ഒരു തവണ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഈ വാൽനക്ഷത്രം 1835 പ്രത്യക്ഷപ്പെട്ട സമയത്താണ് മാർക്ക് ട്വിൻ ജനിച്ചത്. അതിനുശേഷം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ ഹാലിസ് എന്ന വാൽനക്ഷത്രത്തിനോടൊപ്പമാണ് ഞാൻ ജനിച്ചതെന്നും വീണ്ടും ആ വാൽനക്ഷത്രത്തോടൊപ്പം തന്നെ എന്നേക്കുമായി വിടവാങ്ങുമെന്നും പരാമർശിച്ചിരുന്നു. അങ്ങനെ 75 വർഷങ്ങൾ കഴിഞ്ഞ് ഏപ്രിൽ 21, 1910 മാർക്ക് ട്വിൻ സ്വാഭാവിക മരണത്തിന് കീഴടങ്ങി. അടുത്ത ദിവസം തന്നെ ആ വാൽനക്ഷത്രവും പ്രത്യക്ഷപ്പെട്ടു.